നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. 2024 കറണ്ട് അഫെയർ സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലും സമുദ്ര ആകാശ പരിധികളിലും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന GSAT-20 ഉപഗ്രഹമായി വിക്ഷേപിച്ചു. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലും സമുദ്ര ആകാശ പരിധികളിലും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന സംവിധാനമായിരുന്നു GSAT-20. ഇത് ഉപഗ്രഹമായിട്ട് എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ 2024 നവംബർ 18 വിക്ഷേപണം. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. അപ്പോൾ എന്താണ്? GSAT-20 വിക്ഷേപിച്ചത് എന്നാണ്? 2024 നവംബർ 18. GSAT-20 വിക്ഷേപിച്ചത് 2024 നവംബർ 18. വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 എന്ന റോക്കറ്റാണ്. വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 എന്ന റോക്കറ്റാണ്. ഇതാരുടെയാണ്? സ്പേസ് എക്സ് എന്ന കമ്പനിയുടെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് GSAT-20 2024 നവംബർ 18 വിക്ഷേപിച്ചത്. അപ്പോൾ എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞേ? ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലും സമുദ്ര ആകാശ പരിധികളിലും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന പദ്ധതിയായിരുന്നു GSAT-20. ഇത് ഉപഗ്രഹമായിട്ട് പരീക്ഷിച്ചു. GSAT-N2 ഉപഗ്രഹമായിട്ട് എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് 2024 നവംബർ 18 GSAT-20 വിക്ഷേപിച്ചത്. ഓക്കെ ആണല്ലോ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരിച്ചീനികളാണ് ശ്രീ അന്നം, ശ്രീ മന്ന എന്നിവ. ഇതൊക്കെയാണ് ശ്രീ അന്നം, ശ്രീ മന്ന. ഇത് രണ്ടും എന്തിൻ്റെ ഇനങ്ങളാണ്? മരിച്ചീനി ഇനങ്ങളാണെന്ന് ഓർത്ത് വയ്ക്കുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരിച്ചീനി ഇനങ്ങളാണ് ശ്രീ അന്നം, ശ്രീ മന്ന. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച മുൻ ചിലി പ്രസിഡന്റാണ് മിഷേൽ ബാഷ്ലെറ്റ്. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച മുൻ ചിലി പ്രസിഡന്റ് ആരാണ്? മിഷേൽ ബാഷ്ലെറ്റ് ആണ്. ആലോചിച്ച് വെച്ചേക്കുക. 2024 ഡിസംബറിൽ തമിഴ്നാട്ടിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ. 2024 ഡിസംബറിൽ തമിഴ്നാട്ടിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ എന്ന് പറയുന്നത്. ഈ ഫെങ്കൽ എന്ന ചുഴലിക്കാറ്റിന് നാമകരണം ചെയ്തത് ആരാണ്? സൗദി അറേബ്യയാണ് ഫെങ്കൽ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. എവിടെയാണ് വീശിയത്? 2024 ഡിസംബറിൽ തമിഴ്നാട്ടിലാണ് വീശിയത്. തമിഴ്നാട്ടിൽ വീശിയ ഫെങ്കൽ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമേതാണ്? സൗദി അറേബ്യയാണ്. എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞേ? GSAT-20 വിക്ഷേപിച്ചത് എന്നാണ്? 2024 നവംബർ 18. വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 ആണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളാണ് ശ്രീ അന്നം, ശ്രീ മന്ന. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച മുൻ ചിലി പ്രസിഡന്റ് ആരാണ്? മിഷേൽ ബാഷ്ലെറ്റ് ആണ്. 2024 ഡിസംബറിൽ തമിഴ്നാട്ടിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ എന്ന് പറയുന്നത്. സൗദി അറേബ്യയാണ് ഇതിന് പേര് നൽകിയത്. ഇത്രയും പോയിന്റ് ക്ലിയർ ആയല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. 2024 JCB സാഹിത്യ സമ്മാനം നേടിയത് ആരാണ്? 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയത് ഉപമന്യു ചാറ്റർജിയാണ്. ആരാണ്? ഉപമന്യു ചാറ്റർജി. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ്, എന്ന നോവലിനാണ് JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. JCB സാഹിത്യ പുരസ്കാരം എന്താണ്? ഇംഗ്ലീഷ് ഇതര ഭാഷകളിൽ രചിക്കപ്പെട്ട, ഇന്ത്യൻ ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികളുടെ ഇംഗ്ലീഷ് തർജ്ജിമയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് JCB പുരസ്കാരം. അപ്പോൾ JCB പുരസ്കാരം 2024 നേടിയതാരാണ്? ഉപമന്യു ചാറ്റർജി. ഇന്ത്യൻ ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികളുടെ ഇംഗ്ലീഷ് തർജ്ജിമയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? JCB സാഹിത്യ പുരസ്കാരം. ഉപമന്യു ചാറ്റർജിക്കാണ് 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഏതാണ് നോവൽ? ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് എന്ത് ലഭിക്കുന്നത്? പുരസ്കാരം ലഭിക്കുന്നത്. നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. 3-4 വട്ടം വായിച്ചിട്ടെങ്കിൽ നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് JCB സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. അടുത്ത പോയിന്റിലേക്ക് പോകാം. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനുവിനാണ് 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. MK സാനുവിനാണ് 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. തൊട്ടിയാർ ഇടുക്കി ജില്ലയിലാണ്.
2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. തിരുത്ത് NS മാധവൻ്റെ ഒരു പ്രധാന കൃതിയാണ്. തിരുത്ത് എന്ന കൃതിക്കാണ് ഇത് ലഭിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. കൃതി ഏതാണ്? തിരുത്ത് എന്ന കൃതിയാണ്. NS മാധവൻ്റെ മറ്റ് പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ശിശു, ഹിഗ്വിറ്റ, പഞ്ചകന്യകകൾ, വൻമരങ്ങൾ വീഴുമ്പോൾ, ലണ്ടൻ ബത്തേരിയയിലെ ലുത്തിയനകൾ എന്നിവയെല്ലാം ആരുടെ കൃതികളാണ്? NS മാധവൻ്റെ കൃതികളാണ്. ഒന്നുകൂടി പറയാം. NS മാധവൻ്റെ കൃതികൾ പ്രധാനപ്പെട്ട ഏതൊക്കെയുണ്ട്? തിരുത്തുണ്ട്, പിന്നെ ഏതെയാണ്? ശിശു, ഹിഗ്വിറ്റ, പഞ്ചകന്യകകൾ, വൻമരങ്ങൾ വീഴുമ്പോൾ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന കൃതികളെല്ലാം ആരുടേതാണ്? NS മാധവൻ്റേതാണ്. ഓക്കെ. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനു. തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ശിശു, ഹിഗ്വിറ്റ, പഞ്ചകന്യകകൾ. ശിശു, ഹിഗ്വിറ്റ, പഞ്ചകന്യകകൾ, വൻമരങ്ങൾ വീഴുമ്പോൾ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ തുടങ്ങിയവയെല്ലാം NS മാധവൻ്റെ കൃതികളാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിനുള്ള ആഗോള അംഗീകാരമായ ഷാങ്ഹായി പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് തിരുവനന്തപുരം. നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിനുള്ള ആഗോള അംഗീകാരമായ ഷാങ്ഹായി പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് ഏതെന്ന് പറയുന്നത്? തിരുവനന്തപുരം. ഒന്ന് ആലോചിച്ചോളണം. ആഗോള അംഗീകാരമാണ്. അതിൽ ലഭിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ നഗരസഭയാണ് ഏതെന്ന് പറയുന്നത്? തിരുവനന്തപുരം എന്ന് പറയുന്നത്. പോയിന്റുകൾ ക്ലിയർ ആയല്ലോ. 2024 JCB സാഹിത്യ പുരസ്കാരം ഉപമന്യു ചാറ്റർജി. 2024 കേരള ജ്യോതി പുരസ്കാരം MK സാനു. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആരാണ്? NS മാധവൻ. പുരസ്കാരങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. NS മാധവൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ശിശു, ഹിഗ്വിറ്റ, പഞ്ചകന്യകകൾ, വൻമരങ്ങൾ വീഴുമ്പോൾ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, തിരുത്ത് തുടങ്ങിയവയെല്ലാം NS മാധവൻ്റെ പ്രധാന കൃതികളാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിനുള്ള ആഗോള അംഗീകാരമായ ഷാങ്ഹായി പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് തിരുവനന്തപുരം. പോയിന്റുകൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊല്ലത്താണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തിന് എന്താണ് ലഭിച്ചത്? സുസ്ഥിര വികസനത്തിനുള്ള ആഗോള അംഗീകാരമായിട്ടുള്ള ഷാങ്ഹായി പുരസ്കാരമാണ് ലഭിച്ചത്. ഷാങ്ഹായി പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് തിരുവനന്തപുരം. ഡിജിറ്റൽ കോടതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥലമാണ് ഇത്? കൊല്ലം എന്ന് പറയുന്നത്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി N കരുണിനാണ്. ഷാജി N കരുണിനാണ് 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹമാണ് നമ്മുടെ കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടൊക്കെയാണ് ഇരുന്നത്. അവസാന കാലത്ത് കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടിരുന്നിരുന്നു. ഇപ്പം നിലവിൽ കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ ആരാണ്? അത് K മധു ആണ്. K മധു. ഷാജി N കരുൺ അന്തരിച്ചത് എന്നാണെന്ന് അറിയുമോ? ഷാജി N കരുൺ അന്തരിച്ചത് 2025 ഏപ്രിലാണ്. 2025 ഏപ്രിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷാജി N കരുണിനാണ്. അദ്ദേഹം കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടിരുന്നിരുന്നു. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. അത് ഈയിടയ്ക്ക് മരണപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഫാക്റ്റുകൾ ഇനിയുള്ള പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ 2025 ഏപ്രിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. JC ഡാനിയൽ പുരസ്കാരം 2023 ലഭിച്ചിട്ടുണ്ട്. ആലോചിച്ച് വെച്ചേക്കാം. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലാമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലാമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്ത് ഏതാണ്? പുല്ലാമ്പാറയാണ്. പുല്ലാമ്പാറ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലത്താണ്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി N കരുൺ. അദ്ദേഹം മരണപ്പെട്ടത് 2025 ഏപ്രിൽ. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലാമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. പോയിന്റുകൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. താങ്ക്